ടാറ്റയുടെ വണ്ടിക്ക് ടാറ്റയുടെ ലോഗോ അല്ലാണ്ട് ബെൻസിന്റെ ലോഗോ ഇവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. പൂർണ്ണമായിട്ട് ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ലേ ഇത്. അപ്പോൾ നമുക്ക് ഇതിനെ അഭിമാനിക്കാം, നമ്മുടെ ഇന്ത്യൻ കമ്പനിയുടെ ലോഗോ. ഹായ്, ഞാൻ നിവിൻ വേണോവാൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹാരിയർ 2019 മോഡൽ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം 2020 ഇറങ്ങിയ സമയത്ത് അത് ചെയ്യാതെ എന്തുണ്ട് ഈ പഴയ മോഡൽ തന്നെയാണ്. ഒന്നുമില്ല, നമ്മൾ ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് ചെയ്യുന്നതും ഒരു യൂസർ അല്ലെങ്കിൽ ഓണർ റിവ്യൂ ചെയ്ത് അല്ലെങ്കിൽ അവൻ പല സാഹചര്യങ്ങളിൽ വണ്ടി ഓടിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും രണ്ടാണ്. അതിലെ മോശമായ അവസ്ഥകളും നല്ലതുമായ കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ സ്വദേശമായിട്ടുള്ള ഒരു ആയുർവേദിക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കമ്പനിയുടെ ഓണറും ഈ വണ്ടിയുടെ ഉടമസ്ഥനുമായ ശ്രീ പ്രമോദേട്ടനാണ് ഇന്ന് നമ്മുടെ കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്. പ്രമോദ, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പ്രമോദന്റെ എക്സ്പീരിയൻസ് ആണ് ഫുള്ള് ഷെയർ ചെയ്യാൻ പോകുന്നത്. പുള്ളിയുടെ സ്വന്തം വണ്ടി. ഞാൻ ആദ്യം കുറച്ച് ഭാഗത്തൊക്കെ ജസ്റ്റ് പറയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രമോദ, ഈ വണ്ടി എടുക്കാനുള്ള കാരണം, ഹാരിയർ ഡാർക്ക് എഡിഷൻ എടുക്കാനുള്ള ഒരു പ്രചോദനം എന്താ? എന്തുകൊണ്ടാണ് എടുത്തത്? അതെന്താ വെച്ചാൽ മെയിൻ ആയിട്ടുള്ള കാരണമുള്ളത് നീവിനെ, എനിക്ക് കുറച്ച് ദേഷ്യക്കാരനായിട്ടുള്ള മുഖമുള്ള വണ്ടിയാണ് എനിക്ക് കുറച്ച് കൂടുതൽ താല്പര്യം. അതായത് എൻ്റെ മുഖം തന്നെ കുറച്ച് ദേഷ്യക്കാരനായിട്ടുള്ളതാണല്ലോ, അങ്ങനെയാണ് എല്ലാവരും പറയണത്. അപ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യമുള്ള മുഖമുള്ള വണ്ടികളൊക്കെയാണ് കുറച്ച് കൂടുതൽ താല്പര്യം. ഈ സാധനം, പിന്നെ ബൊലേറോ, പിന്നെ താറ്, ഇങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് എൻ്റെ ഇഷ്ടവാഹനങ്ങൾ. പ്രമോട്ട, നമുക്കൊരു ഡ്രൈവ് പോയാലോ? ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് സംസാരിക്കാം. ആയിക്കോട്ടെ. ശരിക്കും ടാറ്റ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും മാർക്കറ്റില് അവരത് മാർക്കറ്റ് പിടിച്ചത് തന്നെ സേഫ്റ്റി വെച്ചിട്ടാണ്. അതെ അതെ. എന്താ ഹാരിയറിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം സേഫ്റ്റിയുടെ കേസിൽ? സേഫ്റ്റി 6 എയർ ബാഗ് അല്ലേ? 6 എയർ ബാഗ് ഉണ്ടോ? 6 എയർ ബാഗ് ഉണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ടാറ്റ മുൻതൂക്കം കൊടുക്കണമല്ലോ. ടാറ്റ നമ്മുടെ നെക്സോണൊക്കെ 5 സ്റ്റാർ കിട്ടിയ വണ്ടിയല്ലേ? അതെ. ABS ആണ്. അതെ അതെ. ബ്രേക്കിംഗ് സിസ്റ്റം ഇതിന്റെ 2 ഫ്രണ്ട് വീല് 2 ഡിസ്കും ബാക്ക് ഡ്രമ്മും ആണ്. അതൊരു പോരായ്മയാണ്. പക്ഷെ വണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴേ. പിന്നെ വണ്ടിയുടെ ഓവറോൾ അതിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വണ്ടി ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ മോഡുകളാണ്. അതിൻ്റെ മോഡുകൾ അതെൻ്റെ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയതേ ഇതിൻ്റെ മോഡുകൾ. അതിപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സിറ്റി മോഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സിറ്റി മോഡാണ് നോർമൽ മോഡ്. അപ്പോൾ നമുക്ക് കുറച്ച് മൈലേജ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് എക്കോ മോഡ് കണ്ടോ, ഇത് ഈ ഫ്ലവറിൻ്റെ പടം വെച്ചാണ് കണ്ടോ, ഈ എക്കോ മോഡ് ഇതാക്കണ്ട ചേച്ചി പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ഈ എക്കോ മോഡൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് ഇങ്ങനെ പോവുള്ളൂ. വണ്ടി വലിയൊരു ഇതൊന്നുമില്ല, ഇങ്ങനെ സാധാരണ രീതിയിൽ ഇങ്ങനെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. ആ വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ സമയം നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് മാറിക്കഴിഞ്ഞാലേ വണ്ടിയുടെ സ്വഭാവം അവിടെ മാറും. ഇതൊക്കെ കണ്ടോട്ടോ, കണ്ട മാറി കണ്ടോ? ആ വണ്ടി ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ വണ്ടി ഒന്ന് വേറൊരു റേഞ്ചാണ് വണ്ടി. ശരിക്കും ഫീൽ ചെയ്യുന്ന മാത്രം വണ്ടി പിന്നെ ഒഴുകുകയാണ്. വെറുതെ പുള്ളിങ് മാത്രമല്ല, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് വണ്ടിയെ കുറിച്ചൊന്നും വലിയൊരു തിയറിറ്റിക്കലായിട്ടൊന്നും വലിയ അറിവുള്ള ആളൊന്നുമല്ല ഞാൻ. എൻ്റെ അറിവ് വെച്ചാൽ ഞാൻ പറയുന്നത്. പക്ഷെ വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഒഴുകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന സംഭവം. പവർ നമുക്ക് ശരിക്കും 2000 cc ആണ്. 1960 അത്രയും കണ്ടൊരു ഇപ്പൊ 2000 cc ആണ് വരുന്നത്. 2000 cc ആണ് വണ്ടി. ക്രയോടെക് എഞ്ചിനാണ് നമ്മുടെ. ഇതിലും എനിക്ക് തോന്നുന്ന ഇതിലും MG ഹെക്ടറിലും അതുപോലെ ജീപ്പ് കോമ്പസിലൊക്കെ ഇരിക്കുന്ന ഒരേ എഞ്ചിൻ തന്നെ ക്രയോടെക്.
ഒരേ എഞ്ചിന് തന്നെ ഫിയറ്റിൻ്റെ എഞ്ചിനാണ്. കുറച്ച് നോയ്സ് ഉണ്ടാവും ഫിയറ്റിൻ്റെ എഞ്ചിന്. ഈ ക്രയോട്ടക് എഞ്ചിനെ കുറച്ച് ആ ശബ്ദം കുറച്ച് അകത്തേക്കൊക്കെ കയറി വരുന്നുണ്ട്. അല്ല, അത് ഈ എഞ്ചിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. പക്ഷെ എഞ്ചിൻ നല്ല പെർഫോമൻസ് ആണ്. സ്പോർട്സും സിറ്റിയും ഇക്കോ മോഡും അത് സിറ്റി അങ്ങനെ ഒരു മോഡായിട്ടല്ല നിവിനെ. അതെ, സിറ്റി മോഡ് ഒരു നോർമൽ മോഡാ അത്. അതെ, പിന്നെ അതെ ഇത് കൂടാതെ അങ്ങനെ അത് ടെറൈൻ ഇതുണ്ട്. അതാണ് റൊട്ടേഷൻ. ഇതാണ് റോട്ടറി സ്വിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ഈ സംഭവമാണ് ഇത്. നമുക്കിപ്പോൾ ഇതാണ്ട ഞാൻ ഇപ്പോൾ തിരിക്കാം. ഇതിപ്പോൾ വെറ്റ് മോഡാണ്. വെറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നല്ല മഴയുള്ള സമയത്ത് സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കുറവ് തോന്നും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴേ. പക്ഷേ ഈ വെറ്റ് മോഡ് നമുക്ക് ഇതിലങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാട്ടല്ലോ, പിന്നെ ഈ നമ്മളിപ്പോൾ സ്പോർട്സ് മോഡ് ഇട്ടില്ലേ, ആ ഒരു ഇത് മഴയത്ത് നമുക്ക് ഫീൽ ചെയ്യും. അത് ആ മഴയുള്ള സമയത്ത് ഇട്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇത് റഫ് റോഡ്, അതായത് നമുക്ക് ഈ മോശം വഴിയൊക്കെ ഉണ്ടല്ലോ, മോശം വഴി കൂടെ ഒക്കെ യാത്ര ചെയ്യാൻ അത് അങ്ങനെയുള്ള വഴി വരുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. അത് റോഡിൽ കൂടെ പോകുമ്പോഴല്ല, നമ്മൾ അല്ലാതെ കുറച്ച് ഉള്ളേരിയയിലേക്കൊക്കെ നമ്മൾ തിരിഞ്ഞ് കയറി പോകുമ്പോഴൊക്കെയാണ് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നത്. അതെ 6 മോഡ് എന്ന് പറഞ്ഞാൽ ഒരു മോഡ് നോർമലി ഉള്ളത് വെച്ച് നോക്കുമ്പോൾ 6 മോഡ്. ഗിയർ ഇതിന് 6 ഗിയറാണ് ഉള്ളത്. പക്ഷെ നമുക്ക് നമ്മുടെ റോഡിലും നമ്മുടെ വീട്ടിലേക്കും പോണ വഴിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ 6 ഗിയറൊന്നും ഒരിക്കലും ഇടാൻ പറ്റാറില്ല. 5 ഗിയർ വരെയൊക്കെ മാക്സിമം നമ്മൾ എത്തിപ്പിടിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ വേറെ പ്രത്യേകത ഞാൻ കണ്ടതേ, ഈ 3ാമത്തെ ഗിയർ വരെ നമ്മൾ ഇട്ട് കഴിഞ്ഞാലേ പിന്നെ അതിൻ്റെ താഴത്തേക്ക് അങ്ങനെ വരേണ്ടി വരാറില്ല അധികം. ഈ 3ാമത്തെ ഗിയറിൽ ലാഗില്ല. പിന്നെ ഈ 3ാമത്തെ ഗിയറിൽ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നോളും. ഈ വണ്ടി നമ്മൾ സ്ലോ ആയാലും ഇത് കണ്ട, അതേപ്പോൾ 40 കിലോമീറ്ററായി വണ്ടി, 30 കിലോമീറ്ററിലേക്ക് വണ്ടി വന്നു. ഇപ്പോഴും വണ്ടി ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തോന്നൽ നമുക്കില്ല. ഒരു കുഴപ്പമില്ലല്ലോ, സ്മൂത്ത് ആണല്ലോ. സ്മൂത്താണ്. ഹാരിയറിന്റെ അങ്ങനെ തന്നെയാ. ഇതെന്താ അറിയോ, ഇത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗാ. അപ്പൊ നമുക്ക് ഈ ഓടിക്കുന്ന ആൾക്കേ ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാലേ 1.60 ടണ്ണാ. അപ്പൊ അത്രയും നല്ല വലിയൊരു വണ്ടിയല്ലേ. അപ്പൊ ആ വണ്ടിയുടെ ഈ സ്റ്റിയറിംഗ് നമ്മൾ ഈ പിടിക്കുമ്പോഴേ നമുക്ക് ആ ഒരു പവറൊന്നും ഇതിന്റെ അത്രയും വലിയൊരു വണ്ടി ഓടിച്ചോണ്ട് പോണ ഒരു ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ സാധാരണ എല്ലാ വണ്ടിയിലുള്ള പോലെ തന്നെ ഇതില് മറ്റേ കണ്ടില്ലേ, അതെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ, പിന്നെ വോളിയം അപ്പ് ഡൗണ്, ഫോൺ എടുക്കാനുള്ളത്, അതുപോലെയുള്ള എല്ലാ സംഭവം. അതിപ്പോൾ എല്ലാ വോയിസ് കൺട്രോള്, അപ്പോൾ ഒരുമാതിരി എല്ലാ വണ്ടികളിലും തന്നെ ഇപ്പോൾ വരുന്ന വണ്ടികളിലും ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം തന്നെ സ്റ്റിയറിങ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രം ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ മാത്രം, അതത്ര എനിക്ക് അങ്ങോട്ട് ഒരു റോയൽ ലുക്ക് തോന്നിയില്ല. പക്ഷേ ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു എന്താ പറയാ, നാവിഗേറ്റർ എന്താ പറയാ, ഇതിന്റെ ഒരു ഹാർട്ടാന്ന് പറയാല്ലേ. എഞ്ചിൻ കഴിഞ്ഞ് സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ചെയ്യുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ തന്നെയല്ലേ എല്ലാത്തിന്റെയും. അതെ അതിലെല്ലാ സംഭവം ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഈ സ്പീക്കർ സിസ്റ്റം വരുന്നത് സബ്വൂഫർ സഹിതമാണ് വരുന്നത്. സബ്വൂഫർ ഉണ്ട്. 6 സ്പീക്കറാണ്. 5 സ്പീക്കർ, അതായത് 4 സ്പീക്കർ, 2 ട്യൂട്ടർ, 1 സബ്വൂഫർ. ഇത്ര സാധനമാണ് അതിനകത്ത് വരുന്നത്. ഇതിപ്പോ രാവിലെ പ്രമോദേട്ടൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പ്രാവശ്യം കാണിച്ചതല്ലേ പ്രമോട്ട, നല്ല വെയിറ്റ് ആട്ടോ. നമ്മൾ ഈ വണ്ടി അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാലേ, അപ്പോൾ അത് അൺലോക്ക് ചെയ്തില്ല നമ്മൾ. ഇനി നമ്മൾ ആരോടെങ്കിലൊക്കെ അത് വർത്താനം പറഞ്ഞ് മറന്നു ഈ വണ്ടി ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോക്കാവും. അതൊരു 1 മിനിറ്റോളം സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട, ഇത് 1 മിനിറ്റ് കഴിഞ്ഞു ഏകദേശം ലോക്കായി. പിന്നെ ഈ ടാറ്റയുടെ ലോഗോനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ഞാനിപ്പോൾ ഈ വണ്ടി വാങ്ങിയതിന് ശേഷം പലരും എന്നോട് വന്നിട്ട്, ഈ ചെറിയ പിള്ളേരാണ് കൂടുതലും പറഞ്ഞ് ഞാൻ കേട്ടത്, ഈ ലോഗോ ചേട്ടാ അതൊന്ന് മാറ്റണം, എന്നിട്ട് വേറൊരു ലോഗോ ഇവിടെ വെക്കണം എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടു. പക്ഷെ എനിക്കത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല. ടാറ്റയുടെ വണ്ടിക്ക് ടാറ്റയുടെ ലോഗോ അല്ലാണ്ട് ബെൻസിൻ്റെ ലോഗോ ഇവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല നമുക്ക് ഇത് ഒരു ഇന്ത്യൻ, പൂർണ്ണമായിട്ടൊരു ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ലേ ഇത്. അപ്പോൾ നമുക്കിതിനെ അഭിമാനിക്കാം. നമ്മുടെ ഇന്ത്യൻ കമ്പനിയുടെ ലോഗോ എന്താണ് ഇവർ, എനിക്ക് മനസ്സിലാകുന്നില്ല അത്.
ചേട്ടാ നമ്മൾ ഇന്റീരിയറിനെ കുറിച്ച് പറഞ്ഞില്ല, എക്സ്റ്റീരിയറിനെ കുറിച്ച് ജസ്റ്റ് ആ തുടക്കത്തിൽ ജസ്റ്റ് പറഞ്ഞു. ഇന്റീരിയറിൽ ശരിക്കും ഡാർക്ക് എഡിഷനിൽ വരുന്ന വ്യത്യാസം എന്തൊക്കെയാ അതിന്റെ പ്രത്യേകതകൾ? എല്ലാം തന്നെയാണ്, ഡാർക്കാണ്, ബ്ലാക്ക് കളറിലായിരിക്കും എല്ലാം. നോക്കൂ, ഇതാ സീറ്റ് കണ്ടില്ലേ, സീറ്റ് ബ്ലാക്കാ. മറ്റു വേരിയന്റിന്റെ ഇതൊരു ബ്രൗൺ, ഒരു ലെതർ കളറില്ലേ, ഒരു ബ്രൗൺ കളറായിരിക്കും അത്. ഇത് മൊത്തം ബ്ലാക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡ് കണ്ടോ, ഈ ഡാഷ്ബോർഡിൽ ഈ സംഭവം ഒരു ഗൺ മെറ്റൽ ഫിനിഷ് ആയിരിക്കും അത്. മാത്രമല്ല ആ വണ്ടിയിൽ വുഡ് ഫിനിഷ് മാത്രമല്ല അല്ലാത്തതുണ്ട്, കാരണം വെച്ചാൽ അതുപോലെ പല വേരിയൻ്റ് ഉണ്ട്, പല വേരിയൻറ്റും പല പോലെ ആയിരിക്കും. പക്ഷേ ഇതിന് ഏതായാലും ഇത് ടോപ്പ് എൻഡ് മാത്രമേ ഉള്ളൂ ഈ ഡാർക്ക് എഡീഷൻ. അപ്പോൾ ഇതിന് ഒരു ഡിസൈൻ മാത്രമേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഈ കോർണറിങ് ലാമ്പ് ഉണ്ടല്ലോ, കോർണറിങ് ഫംഗ്ഷൻ ലാമ്പാണ് ഇത് ഈ കാണുന്നത്. ഇത് നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാലേ ഇത് കത്തും. ഇതാ നോക്കട്ടോ, അതാ കണ്ടോ, സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഇത് കത്തും. ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എൻ്റെയൊക്കെ വീട് കുറച്ച് ഉള്ളിലാണ്, ടൗൺഷിപ്പിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഉള്ളിലേക്ക്. അപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ വളവൊക്കെ തിരിയുമ്പോൾ ആ ഒരു വെട്ടം നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ സൈഡൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു ഫംഗ്ഷനാണ് കേട്ടോ അത്. ഇനി ബൂട്ട് സ്പേസ് നമുക്ക് കാണാം കേട്ടോ, വേണ്ട 425 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. ഇത് നമ്മൾ ഈ ചപ്പും ചവറൊക്കെ ഇതിൻ്റെ അത് കയറ്റും, അതാണ് ഇട്ടേക്കണത്. അത് ഇങ്ങനെ മോശമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ വേണ്ട. അത് നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇതാണ് സബ്ബൂഫർ ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇവിടെയാണ് കിടക്കാം, വേണമെങ്കിൽ ഒരു കൊച്ചു പിള്ളേർക്കൊക്കെ 2-3 പേർക്കൊക്കെ വേണമെങ്കിൽ ഇരിക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാലോ. ആ രീതിയിൽ അത്ര വലിപ്പം ഉണ്ടല്ലോ, വലിപ്പമുണ്ട്. അതെ. പിന്നെ അത് ഈ ഡോറ് തുറക്കുമ്പോൾ ഇവിടെ ഒരു വാർണിംഗ് ലാമ്പ് കണ്ടോ, ഇതെല്ലാ ഡോറിനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡോറ് തുറന്നു വെച്ചേക്കാന്നുള്ളത് വേറൊരു വണ്ടിക്ക് വരികയാണെങ്കിലോ ഒക്കെ കേൾക്കുമ്പോൾ അതൊരു സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണത്. അതുപോലെ തന്നെ ഈ ടാറ്റയുടെ ഒരു ലോഗോ ഉണ്ട്, ആ വണ്ടിയുടെ ഒരു പിക്ചർ തന്നെ താഴെ നമുക്കിങ്ങനെ വലിയ റൗണ്ടിൽ അതവിടെ പതിയും. അത് നല്ല രസമാണ്, രാത്രിയാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഇനി ഞാനൊന്ന് ഓടിച്ചു നോക്കാണ് പ്രമോദന്റെ സപ്പോർട്ടോടെ. ആദ്യമായിട്ട് ഓടിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഓടിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യണേ? എന്റെ പൊന്നെ, നമ്മൾ ഈ വണ്ടി കാണുമ്പോൾ ഉള്ള വലിപ്പേ അതൊന്നും ഓടിക്കുമ്പോ ഇല്ലട്ടാ, നമുക്കൊന്നും അറിയാനില്ല. വണ്ടി വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ ഫ്രീ ആയിട്ടാ പോകുന്നത്. ഇതിപ്പോ സിറ്റി ഡ്രൈവില് ചുമ്മാ പോകുന്നതാണ്. പക്ഷെ നീ എന്ത് ചെയ്യാ, നീ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നീ ആ ഗിയർ ഒന്ന് ഡൗൺ ചെയ്തോണ്ടിരിക്കും, അറിയാതെ മറ്റു വണ്ടി ഉപയോഗിക്കണോണ്ടേ. അത് ഞാൻ ശീലത്തിലേക്ക് വരണം. ശരിക്കും തേടിന്റെ താഴത്തേക്ക് നമുക്ക് പോകണ്ട ആവശ്യമില്ല, വണ്ടി ശരിക്കും ഒഴുകുവാട്ടോ. നിവിനെ, നീ സ്പോർട്സ് മോഡിലൊന്ന് നോക്കിയേ, സ്റ്റാർട്ട് ചെയ്തേ. മാറ്റം ഉണ്ടോ? ഇത് സംഭവേ നേരത്തെ ഞാൻ ഓടിക്കുമ്പോ അത് എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ അത് എഫക്ട് ചെയ്യാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ അറിയാ നീനെ, ഞാൻ ഈ സ്പോർട്സ് മോഡ് ഇടുമ്പോഴേ എന്റെ 4 വയസ്സായ മോനുണ്ടേ, മോന് ഇവിടെ ഇരിക്കുമ്പോ അവന്റെ മുഖം ഇങ്ങനെ പതുക്കെ പുഞ്ചിരിച്ചു വരും. കാരണം അവന് വരെ അത് ഫീൽ ചെയ്യുന്നുള്ളതാണ് സത്യം. ശരിക്കും നമ്മളിപ്പോ HDZ മോഡ് ഇട്ടേക്കുവാണ്. ഇതിലുള്ള ഹിൽ ഡീസൻ കൺട്രോൾ എന്ന് പറയുന്ന മോഡ്. അതായത് നമ്മള് ക്ലൈംബ് ഒക്കെ മീൻസ് താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ശരിക്കും വണ്ടി ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി വളരെ പിടിച്ചാണ് പോകുന്നത്. ഒരു ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ശരിക്കും ആക്ടിവേറ്റ് ചെയ്തിരുന്ന പോലെയാണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിലീസ് ആവും, വണ്ടി ഫ്രീ ആയിട്ട് കയറിപ്പോ. ഇല്ല പിടുത്തമുണ്ട്, പിടുത്തമുണ്ടാവും, പക്ഷെ ആക്സിലേഷൻ നടക്കും അവിടെ. അതാണ് മാറ്റുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് നോക്കാം. വണ്ടി ഫ്രീ ആയി. ഇപ്പൊ സ്പോർട്സ് മോഡിലാണ് പോകുന്നത്. നമുക്ക് വെറ്റ് മോഡ്, അതായത് ഇപ്പൊ ശരിക്കും നല്ല മഴ പെയ്ത് തെന്നി കിടക്കുവാണ് റോഡെങ്കിൽ എങ്ങനെ ഒന്ന് മാറ്റുന്നതാണ്. ഇത് ശരിക്കും മഴ പെയ്ത് കിടക്കുന്ന സമയത്ത് മാത്രമാണ് ഇതിന്റെ പെർഫോമൻസ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാലേ, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിന്റെ അനുസരിച്ച് സസ്പെൻഷനൊക്കെ മാറ്റം വരും. റഫ് റോഡ് ഇടുമ്പോഴും ഇതൊക്കെ സസ്പെൻഷൻ മാറും. അതാണ് അതിന്റെ പെർഫോമൻസ് അത്രയും കിട്ടുന്നത്. 6 ഗിയറിലാണ് വണ്ടി പോകുന്നത് കേട്ടോ. നമ്മള് വെറുതെ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒഴുകുവാണ് എന്ന് തന്നെ പറയണം. കാരണം ഞാൻ വണ്ടി ഇങ്ങനെ പോവാണ്, ആക്സിലേറ്റർ പോലും കാര്യമായ രീതിയിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു ക്രൂസ് കൺട്രോൾ എഫക്റ്റ് കിട്ടുന്ന പോലെയാണ് വണ്ടി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവാണ്. മറ്റേടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത് എഞ്ചിന്റെ സൗണ്ട്, ആ നോയ്സ് ഉള്ളിലേക്ക് വരുന്നുള്ളതാണ്. അത് ഹാരിയറിലും ഉണ്ട്. പക്ഷെ നമ്മള് കാര്യമായിട്ട് കാല് കൊടുക്കുമ്പോൾ, അതായത് RPM നല്ല രീതിയിൽ കയറുമ്പോൾ മാത്രം ഉണ്ടോ ഈ സൗണ്ട് അത്രയും മാത്രം ഉള്ളിലേക്ക് കേൾക്കുന്നത്. കാരണം അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടിയുടെ ഇത് വരുന്നത്. അത് സ്പോർട്സ് മോഡിലേക്ക് ഇടുമ്പോൾ ഒന്നും പറയാനില്ല, ഭയങ്കര പവർ. വണ്ടിക്ക് ടോർക്ക് ഉണ്ടല്ലോ, 350 Nm ടോർക്ക് ഉണ്ട് വണ്ടിക്ക്. അപ്പൊ അതിന്റെ പെർഫോമൻസ് വണ്ടി കാണിക്കുമല്ലോ. ആ ഒരു പെർഫോമൻസ് എന്തായാലും വണ്ടി കാണിക്കും. പിന്നെ അതിന്റെ ട്യൂണിങ്ങിനും പ്രത്യേകത ഉണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് ശരിക്കും നന്നായിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ,
നമുക്ക് ശരിക്കും ഹൈറ്റ് ഉണ്ടല്ലോ, ഹൈറ്റ് ഉണ്ട്, സീറ്റിന് ഹൈറ്റ് ഉള്ളത് കൊണ്ട് ആ വ്യൂ ശരിക്കും കിട്ടുന്നുണ്ട്. ഇത്രയും വലിയ വണ്ടിയാണെങ്കിലും അത് കിട്ടാത്തതാണ് പല വലിയ കമ്പനികളുടെയും വണ്ടികളുടെയും ഒക്കെ പ്രശ്നമുള്ളത്. ഇതാണ് ശരിക്കും നമുക്ക് നല്ല വ്യൂ. ഇതിന് 1-2 ഇത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആക്കാമായിരുന്നു വേണമെങ്കിൽ സീറ്റ്. അത് പക്ഷെ മാനുവൽ അവർ വെച്ചിരിക്കുന്നത്, അത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണോ വെച്ചേക്കുന്നത്? അതെ 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 അതെ. പിന്നെ ഇതിന് ലെമ്പ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അതെ ഉണ്ടോ, ഇപ്പൊ ലെമ്പ സപ്പോർട്ട് വരുമ്പോ നമുക്ക് അത് നമുക്ക് നടുവിന് ഒരു സപ്പോർട്ട്, ഒരുപാട് ലോങ് ഡ്രൈവ് നമ്മൾ ചെയ്യുമ്പോ നമുക്കതൊരു നല്ലൊരു ഫീൽ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഒരു മാറ്റം തോന്നും. ഞാൻ ഹാരിയർ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അത് പ്രൊമോട്ടർ സപ്പോർട്ടറാണ് ഓടിക്കുകയാണ്. പക്ഷെ 100% പറയുന്നു വണ്ടി വളരെ പവർഫുൾ ആണ്. അത് നമുക്ക് നല്ലൊരു ഫീൽ ഉണ്ട്. ഈ നോയ്സ് എന്ന് പറയുന്നത് നോർമൽ ലെവലിൽ പോകുമ്പോൾ അത്ര നോയ്സ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എനിക്കും ഇപ്പൊ പ്രമോട്ടനൊക്കെ അത്യാവശ്യം ഈ സ്പോർട്ടി സൗണ്ട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല. ട്രാൻസ്മിഷൻ ആണെങ്കിൽ 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അത് മാനുവൽ ആണ്. പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പം ലംബ സപ്പോർട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ ഹാരിയറിലാണെങ്കിൽ യൂട്ടിലിറ്റി ബോക്സുകൾക്കൊന്നും ഒരു കുറവുമില്ല. അതെ, അതിപ്പോ ഇവിടുത്തെ സൺ ഗ്ലാസസിന്റെ ഒക്കെ ക്യാബിനൊക്കെ ആണെങ്കിൽ ഇതേപോലെ വളരെ മനോഹരമായിട്ടാണ് വരുന്നത്. ക്ലൗ ബോക്സിന്റെ അതേ ഒരു സ്ലോ മോഷൻ രീതി തന്നെ ചെയ്തിട്ട് അതിലൊരു ലെതറിന്റെ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഹാൻഡ് റെസ്റ്റിന്റെ അവിടെ ഒരു സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് അത്യാവശ്യം AC ചെറിയ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് തണുപ്പിക്കാം. വണ്ടി ജസ്റ്റ് ഒന്ന് ഓഫ് ആയല്ല, സെക്കൻഡില് പക്ഷെ അത് ഈ സെക്കൻഡ് ഇതിന്റെ ഈ വണ്ടിയുടെ ഞാനും കണ്ട ഒരു പ്രത്യേകത, അതെ സെക്കൻഡ് ഗിയറിൽ മാത്രം കറക്റ്റ് ക്ലച്ചിങ് അല്ലെങ്കിൽ അത് വണ്ടി ഓഫായി പോകും. അത് എന്താണെന്ന് അറിയില്ല. പക്ഷെ വേറൊരു കാര്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ അപ്പൊ തന്നെ സ്റ്റാർട്ട് ബട്ടൺ നടത്തിയ വണ്ടി സ്റ്റാർട്ട് ആവും. മൊത്തം സിസ്റ്റം ഓഫായി ഓണായി അങ്ങനെ ടൈമിംഗ് ഒന്നും വരുന്നില്ല, അപ്പൊ തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്ന അത് ഒരു ഇതിലേക്ക് എത്തിയ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എനിക്കിപ്പോ അങ്ങനെ കാലെടുത്ത ഓഫ് ആവാറില്ല. അതായിട്ടൊന്ന് ഇണങ്ങി ചേരാനുള്ള ഒരു ഇതുണ്ടാവും. ഈ മിറർ അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണേ. ഈ മിറർ നമുക്ക് സൈഡ് വ്യൂ നമുക്ക് ചെറുതായിട്ട് കട്ടാവുന്നുണ്ട്. അപ്പൊ കട്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇരിപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഒന്ന് ഓടിച്ചു ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും. വണ്ടി എടുത്തിട്ടേ നെഗറ്റീവായിട്ട് എന്തൊക്കെ തോന്നിയിട്ടുണ്ട്? ഇതിന്റെ ഈ റിവേഴ്സ് ഗിയർ ഇടുമ്പോ നമ്മുടെ ഈ സ്ക്രീൻ മോണിറ്ററിംഗ് ഉണ്ടല്ലോ, ഇതിന്റെ ഫുൾ വർക്കിംഗ്, അതായത് സ്റ്റാർട്ടിംഗ് ടൈമിൽ ഇതിന്റെ വർക്കിംഗ് ഫുൾ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇത് ആ റിവേഴ്സ് ഗിയറിന്റെ മോണിറ്ററിംഗ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത് അപ്പൊ തന്നെ ഓക്കെ. അതിനുശേഷം പിന്നെ നമുക്ക് ഈ ബ്ലൂടൂത്ത് നമ്മൾ ഫോൺ കണക്ട് ചെയ്യൂലോ, ആ ഫോൺ നമുക്ക് വന്നു, നമുക്ക് മ്യൂസിക് കേട്ടോണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, മ്യൂസിക് കേട്ട് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഫോൺ വന്നിട്ട് നമുക്ക് മ്യൂസിക് കട്ടാവൂല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. അത് നമുക്ക് സംസാരം കഴിഞ്ഞിട്ട് വീണ്ടും ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് മ്യൂസിക് പിന്നെ വൺ പൾസ് കട്ടായി മ്യൂസിക് കേൾക്കും. അതിന്റെ ഒരു അടുത്ത അപ്ഡേഷന് ശരിയാവുമായിരിക്കും അത്. അതുകൊണ്ട് ഞാൻ വേറെന്തെങ്കിലും ടെക്നിക്കലി തോന്നിയിട്ടുണ്ടോ നെഗറ്റീവ്സ്? ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ളത്? സൺറൂഫ് നന്നായിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ഒക്കെ ഉണ്ടായിരുന്നു നല്ലായിരുന്നു. പക്ഷെ നമുക്കിപ്പോ വരേണ്ടതുകൊണ്ട് പുതിയ വെർഷനൊക്കെ നമുക്ക് ധൃതിയായി പോയില്ലേ. നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി ചേട്ടാ സർവീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സർവീസ് ഞാനിപ്പോ ഈ വണ്ടി എടുക്കുന്ന സമയത്തുള്ള അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പൊതുവായിട്ട് ഇപ്പൊ പറയുന്നില്ല. അതത്ര എനിക്ക് അത്ര സൂപ്പറായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ വണ്ടി ഡെലിവറി ചെയ്യാൻ കാലത്ത് നല്ല ഡീലിംഗ് ആയിരുന്നു. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. പിന്നെ അവര് മാറും നമുക്ക് പ്രതീക്ഷിക്കാൻ. ടാറ്റയല്ലേ, ടാറ്റ മാറ്റും. ഒരു സാധാ റിവ്യൂവിനേക്കാൾ ഉപരി ഒരു കസ്റ്റമറിന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിന് തയ്യാറായ പ്രമോദന് പ്രത്യേകം താങ്ക്സ് പറയുന്നു. താങ്ക് യു. എനിക്കിപ്പോൾ എന്തായാലും നിന്റെ കൂടെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലോ. പിന്നെ വണ്ടിയെ കുറിച്ചൊക്കെ ആൾക്കാർ അറിയും. പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, നമുക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പുതിയ വണ്ടികളുടെ അടക്കമുള്ളത്. അപ്പോൾ ബൈ, സൈനിങ് ഔട്ട്, നിവിൻ വേണോവാൻ.